അപ്പോൾ എങ്ങനെയുണ്ട് പുതിയ ഗെറ്റപ്പ്? ഉഷാറല്ലേ? അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ടാണ് തൊപ്പിയൊക്കെ ആയിട്ട് വന്നിട്ടോ. അപ്പോൾ ഞാനിന്ന് കണ്ടത് നിവിൻ പോളിയുടെ സർവ്വമായ എന്നുള്ള സിനിമയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനൊരു റിവ്യൂ എടുക്കാൻ വിചാരിച്ചു. കണ്ണടയും കൂടി ഒന്ന് വരട്ടെ. ഇതിൻ്റെ ജോണർ വന്നിട്ട് ഒരു കോമഡി ഡ്രാമ സിനിമയാണ്. പിന്നെ കുറച്ച് ഫാൻറ്റസി എലമെൻസും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഖിൽ സത്യൻ എന്ന ഡയറക്ടറുടെ ഒരു അടിപൊളി ഫിലിമാണ് എന്ന് ഒറ്റ വാക്കിൽ പറയാൻ പറ്റും. പിന്നെ ഒരു മെയിൻ കാര്യം, നിവിൻ പോളിയുടെ തിരിച്ചുവരവ്. കുറേ പേര് കാത്തിരിക്കണ ഒരു സംഭവമാണ്. ഒരു 6-7 വർഷത്തോളമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോപ്പായിരുന്നു സിനിമകളൊക്കെ. അപ്പോൾ അതിൽ നിന്നൊരു വലിയൊരു മാറ്റം, ഒരു അത്യാവശ്യം നല്ലൊരു ഹിറ്റ് പടം തന്നെയാണ്. അപ്പോൾ നിവിൻ പോളിയുടെ ആ തിരിച്ചുവരവ്, വിനീത് ശ്രീനിവാസനൊക്കെ പറഞ്ഞു നിവിനാണ് അവൻ തിരിച്ചു വരുന്നത്. എനിക്ക് അതന്നെ പറയാനുള്ളത്, അവൻ തിരിച്ചു വന്നു. അപ്പോൾ നല്ലൊരു ഡയറക്ടറുടെ കയ്യിൽ കിട്ടിയതുകൊണ്ട് പുള്ളിയുടെ ആ ഒരു സേഫ് സോൺ ആയിട്ടുള്ള ഒരു കോമഡി വെച്ചിട്ടാണ്. കോമഡി പറഞ്ഞാൽ നല്ല വലിയ രീതിയിലുള്ള തമാശകളോ അങ്ങനെയൊന്നുമല്ല, നല്ല സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ. സിമ്പിൾ കോമഡി, സിമ്പിൾ ഫൈറ്റ്, സിമ്പിൾ മൂവി, ഫുള്ള് സിമ്പിളാണ്. പക്ഷേ നല്ല അടിപൊളിയായിട്ട് ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ് കിട്ടും പടം മൊത്തത്തിൽ കണ്ടു തീർക്കുമ്പോൾ. അപ്പോൾ പടത്തിൻ്റെ ഡയറക്ടറുടെ പേര് അഖിൽ സത്യൻ എന്നാണ്. അഖിൽ സത്യൻ്റെ മുന്നത്തെ സിനിമയും ഏകദേശം ഇതൊക്കെ സിമിലർ ആയിട്ടുള്ള പ്രോജക്ട്സാണ്. ആ ഒരു സത്യൻ അന്തിക്കാടിൻ്റെ മകനായതുകൊണ്ട് ആ ഒരു ടച്ച് ആ പടം ഉടനീളം കിട്ടിയിട്ടുണ്ട്. പടത്തിൻ്റെ മെയിൻ കാസ്റ്റ് നിവിൻ പോളി, അജു വർഗീസ്, ആ ഒരു കോംബോ തന്നെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. നമ്മൾ മുന്നേയും പല സിനിമകളിൽ കണ്ടിട്ടുള്ളൊരു കോംബോ ആണിത്. പിന്നെ മെയിനായിട്ടുള്ള റോൾ ചെയ്ത് ജനാർദ്ദനൻ സാറാണ്. പുള്ളിയുടെ നല്ലൊരു റോളായിരുന്നു. പിന്നെ പ്രീതി മുകുന്ദൻ പറഞ്ഞിട്ടുള്ള ആക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമയത്തെ ഒരു 10 കാസ്റ്റിനെ ഞാൻ കുറിച്ച് പറയാം. ഒന്ന് നിവിൻ പോളി, പിന്നെ പ്രീതി മുകുന്ദൻ, അവർ പടത്തിൻ്റെ അവസാന ഫേസിലാണ് വരുന്നത്. പിന്നെ അൽത്താഫ് സലീമിന് ഒരു മേജർ റോളൊന്നുമില്ല, ചെറിയ ഒരു റോളാണ്. അജു വർഗീസും നിവിൻ പോളിയും ഉടനീളം ആ സിനിമയിലുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു താരമുണ്ട്, റിയ ഷിബു, അവരാണ് ഇതിൽ നല്ല അടിപൊളി മൊമെൻറ്റ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പോയിലറാവും. പിന്നെ പഴയ വിനീത് ഉണ്ട്, ജനാർദ്ദനുണ്ട്, പിന്നെ രഘുനാഥ് പലേരി, മൂപ്പര് നിവിൻ പോളിയുടെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. തിയേറ്ററിൽ നിന്ന് എന്തായാലും നിങ്ങൾ എല്ലാവരും ടിക്കറ്റ് എടുക്കാൻ പറ്റിയൊരു സിനിമ തന്നെയാണ് അത്. അപ്പോൾ പടത്തിൽ നിവിൻ പോളിയുടെ പെർഫോമൻസ് എടുത്തു പറയണം. മുന്നത്തെ പഴയ സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ പണ്ടത്തെ പ്രേമത്തിൻ്റെ ആ ഒരു ലെവലൊന്നും വന്നില്ലെങ്കിലും നല്ല അടിപൊളി മൊമെൻറ്റ്സ് ഈ പടത്തിൽ ഒരുപാടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഈ ഫിലിമിനോട് നമുക്കൊരു ഇഷ്ടം തോന്നും, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മുടെ ഒറ്റപ്പാലം, മുളഞ്ഞൂർ അങ്ങനത്തെ സൈഡിലൊക്കെ ഈ ഫിലിമിൻ്റെ ഒക്കെ ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. മായന്നൂർ ആ സൈഡൊക്കെ ഉണ്ട്. പിന്നെ ഏതെങ്കിലും സ്ഥലം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യണേ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. പിന്നെ ചെയ്യുന്നൊരു റോള്, സിനിമയെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഒരു പ്രീസ്റ്റിൻ്റെ റോളാണ്, ഒരു ഹിന്ദു പ്രീസ്റ്റിൻ്റെ റോളാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണ സമയത്തൊക്കെ പുള്ളിക്കൊരു ദൈവത്തിനോടുള്ള ഒരു ചെറിയൊരു വിശ്വാസക്കുറവൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ക്യാരക്ടർ ഈ സിനിമയിൽ വരും. ആ ഒരു ക്യാരക്ടർ വന്നതോടെ പുള്ളിയുടെ സ്വഭാവങ്ങളും ശൈലികളൊക്കെ ഒന്ന് മാറും. അപ്പോൾ അങ്ങനെ ഒരു സിനിമയാണിത്. അപ്പോൾ ജസ്റ്റ് കണ്ടിരിക്കാൻ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ഹാപ്പി എൻഡിങ്ങും അതേപോലെ നല്ല ഒരുപാട് മൊമെൻറ്റ്സ്, നല്ല ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സിനിമ തന്നെയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. നിവിൻ ഹീസ് ബാക്ക്. അപ്പോൾ ഒരു ഹൊറർ പടം എന്ന രീതിയിലാണ് ഇതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ ആ ഒരു ഹൊറർ, അങ്ങനത്തെ ഒരു പ്രേതപ്പടം എന്നുള്ള ലെവലിലാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. പക്ഷേ ഇങ്ങനെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പ്രേതത്തിനെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഒരു റേറ്റിംഗ് 8.7 ആണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.